ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ഒന്നിച്ചാണ് ക്ലാസ്സിൽ പോകുന്നത്. ഞാൻ യൂഷ്വലി യൂട്യൂബിൽ ഷോർട്സ് മാത്രമാണ് ഇടല്, ലോങ് വീഡിയോസ് ഒന്നും ഇടാറില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ലോങ് വീഡിയോസ് ഇടുമ്പോൾ അതിൽ എന്താ സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, അങ്ങനെ ഒരു ഐഡിയ എനിക്കില്ല. 4th ഫ്ലോറിലാണ് നമ്മളെ ക്ലാസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കയറണം. ഇതിപ്പോൾ 4th ഫ്ലോർ ആയി. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു പക്ക വ്ളോഗ് കാണുന്ന ഒരു ഫീലൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. എന്നിട്ടും എന്തിനാ ഇങ്ങനെ ഒരു വ്ളോഗ് കഷ്ടപ്പെട്ട് ഇടുന്നതെന്ന് ചോദിച്ചാൽ ഇന്നത്തെ ദിവസം എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. അപ്പോൾ അതൊന്ന് ഡോക്യുമെന്ററി ചെയ്ത് വെച്ചാൽ പിന്നീട് ഒരു ദിവസം എനിക്ക് കാണാനൊരു രസമായിരിക്കുമല്ലോ. അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഇന്നത്തെ വ്ളോഗിന് പിന്നിലുണ്ട്. വെറുതെ ക്ലാസ്സിൽ പോയിട്ട് ഇരിക്കുന്നതല്ല കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. ഇന്ന് കുറച്ച് പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഇന്ന് ക്ലാസ്സും കൂടി ഉണ്ടായി. പക്ഷെ രാവിലെ എണീച്ചാൽ ക്ലാസ്സിൽ പോകാൻ ഭയങ്കര മടി. അപ്പോൾ ആ മടി ഞാൻ അവളോട് പറഞ്ഞൊരു പുരക്ക് വന്ന് കൂട്ടിക്കൊണ്ട് പോയാൽ നിങ്ങൾ ഫസ്റ്റ് കണ്ടത്. അങ്ങനെ ക്ലാസ്സെല്ലാം കഴിഞ്ഞോട് നേരെ വീട്ടിലേക്ക് പോയി. നമ്മൾ രണ്ടാളും പിന്നെ പോകുന്നത് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. നമുക്ക് രണ്ടാൾക്കും സ്പെഷ്യലായ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷെ നമ്മൾ ആ ഗിഫ്റ്റ് ഇന്നല്ല കൊടുക്കുന്നത്. കുറച്ച് സാധനങ്ങൾ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തു. ബാക്കി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇറങ്ങിയത്. നമ്മൾ ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന ആൾക്ക് എന്തെല്ലാം ഇഷ്ടം എന്ന് ഓൾറെഡി നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട സാധനങ്ങളാണ് നമ്മൾ റെഡിയാക്കിയത്. ഫസ്റ്റ് നമ്മൾ വിചാരിച്ചത് ആർക്കെങ്കിലും ഗിഫ്റ്റ് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ കൊടുക്കാന്ന്. പിന്നെ തോന്നി നമ്മൾ തന്നെ കുറച്ച് എന്താ പറയുക എഫേർട്ട് എടുത്ത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി അതിനൊരു വാല്യൂ ഉണ്ടല്ലോ. ഇതെല്ലാം ആർക്കാ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ രണ്ടാളും ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ഓക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം വാങ്ങിയത്. അപ്പൊ ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഡേ എന്താന്ന് മനസ്സിലായല്ലോ. 2 ദിവസം കഴിഞ്ഞ ഓളെ വെഡിങ് ആണ്. അപ്പൊ ഇന്നോക്ക് മെഹന്തി ഇട്ട് കൊടുക്കുന്ന ഒരു ദിവസമാണ്. അതിൽ കുറച്ചും കൂടി ഒരു സ്പെഷ്യൽ ആയ ഒരു മൊമെന്റ് എനക്കുണ്ട്. ഇത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും പ്രിയാണ് ഇട്ട് കൊടുക്കുന്നതെന്ന്. പക്ഷേ അല്ല ഗൈസ്, വെറും അഭിനയം. എന്താ വെച്ചാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു ബ്രൈഡ് ആകുമ്പോൾ അനക്ക് മെഹന്തി ഇട്ട് കൊടുക്കാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞൊരു സ്പെഷ്യൽ തന്നെയല്ലേ. രണ്ട് കൈൻ്റെ ഉള്ളിൽ ഞാനല്ല ഇട്ട് കൊടുത്തത്, ഇവളും അല്ല ഇട്ട് കൊടുത്തത്. ഇവള് കുറച്ച് അഭിനയിച്ചത് മാത്രം. 2 കൈൻ്റെ പുറത്ത് ഞാനാണ് ഇട്ട് കൊടുത്തത്. ഓള് കുറേ മാസം മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഹന്തി ഇട്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഒരാളെയും കൂടി സെറ്റ് ചെയ്തോ, കാരണം ഞാൻ കുറച്ച് സ്ലോ ആണെന്ന്. അങ്ങനെ ഓൾ ഓൾറെഡി ഒരാളെ സെറ്റ് ചെയ്തിട്ടുണ്ടായി. അതിനിടയ്ക്ക് പിന്നെ നമ്മളൊരു ചെറിയ ടീ ബ്രേക്കിൽ എടുത്തിട്ടുണ്ടായിരുന്നു. മംഗല വീടായതുകൊണ്ട് തന്നെ കുറേ ആളും ഒച്ചപ്പാടും നല്ല രസമുണ്ടായി. ഞാൻ പുറത്ത് മെഹന്തി ഇടുന്നതുകൊണ്ട് എനിക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഉള്ളിലിടുന്നതും ഷെയ്ഡിങ് പാർട്ടല്ലാതെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായത്. പക്ഷെ പുറത്ത് ഫുള്ളും ഞാൻ ഒറ്റക്കിട്ടത് ഞാൻ ഒരിക്കലും പറയില്ല, കാരണം ടൈം സേവ് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ ഷെയ്ഡിങ് പാർട്ടെല്ലാം കുറേ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ടായി. ഒരു മെഹന്തി ഇടാൻ ഇത്രപാട് ആൾക്കാർ വേണമെന്ന് ചിന്തിച്ചാൽ വേണ്ട. പിന്നെ നമ്മളത്ര പ്രൊഫഷണലും അല്ലല്ലോ. അങ്ങനെ എല്ലാം ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും പറയാലോ 10 മണി കഴിഞ്ഞു. പിന്നെന്താ പറയുക, കുറേ ഫോട്ടോസ് എടുക്കാനുണ്ടായി. പിന്നെ കുറേ ആൾക്കാർ ഗിഫ്റ്റ് കൊടുക്കുന്ന അതിനിടയിൽ പിന്നെ നമ്മൾ മെഹന്തി ഇട്ടതിൻ്റെ ഫോട്ടോസ് എടുക്കണമല്ലോ. അപ്പം അതും എടുക്കാൻ വേണ്ടിയിട്ട് പോയി. കുറച്ച് സ്ലോ ആയിട്ട് ചെയ്തതെങ്കിലും ഫൈനൽ റിസൾട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ടായിനി. എൻ്റെത് മാത്രമല്ല ഞാൻ പറയുന്നത്, ഉള്ളിലിട്ടതും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് ഇട്ടത്. പിന്നെ ബ്രൈഡിൻ്റെ ഫേസ് കാണിക്കാൻ ആൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ ഫേസ് കാണിക്കുന്നില്ല. പിന്നെ നമ്മൾ അവരെ ഇഷ്ടം എന്തായാലും റെസ്പെക്ട് ചെയ്യണമല്ലോ. അങ്ങനെ മെഹന്തി ഫോട്ടോഷൂട്ടും കഴിഞ്ഞു. അവിടെ നിന്ന് തന്നെ ഡിന്നറും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയിനി. നമുക്കാണെങ്കിൽ നാളെ ഓളെ വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട്. ഞാൻ എന്നിട്ട് രാത്രി ലേറ്റ് ആയിട്ട് വന്നിട്ടാണ് ഈ മെഹന്തി ഇട്ടത്. നമ്മൾ ആയിഷൻ്റെ അറബി ഫസ്റ്റ് ലെറ്ററാണ് മെഹന്തി ഡിസൈൻ ആയിട്ട് ചൂസ് ചെയ്തത്. രാവിലെ എണീക്കുമ്പോൾ തന്നെ മെഹന്തി അത്യാവശ്യം നല്ല സ്റ്റെയിനിലുണ്ടായിന്. അങ്ങനെ ഇവള് വീട്ടിലേക്ക് വന്ന്. ഇന്ന് നമ്മൾ എന്തിനാ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ വാങ്ങിയതും കുറച്ച് അതിന് മുമ്പേ വാങ്ങിയ ഗിഫ്റ്റെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം സെറ്റ് ചെയ്ത് ഒരു ഹാമ്പർ പോലെ ആക്കിയിട്ട് ഇന്ന് നമുക്കൊക്കെ കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഇത് ഇന്നലെ കൊടുക്കാനുള്ളതാണല്ലോ. പക്ഷെ ഇന്നലെ കുറേ ആളുണ്ടായിരുന്നല്ലോ. അപ്പം നമ്മൾ വിചാരിച്ച് കുറച്ച് സമാധാനത്തിൽ കൊടുക്കാം. അത് മാത്രമല്ല ഇന്നലെ വാങ്ങിയ സാധനങ്ങളും കൂടി സെറ്റ് ചെയ്യാനുണ്ടായി. ഹാമ്പറിൽ നമ്മൾ പിന്നെ ഒരു പെർഫ്യൂമും ബാഗും സെൻറ്റഡ് കാൻഡിൽസും പിന്നെ ഒരു നൈറ്റ് ഡ്രസ്സും കൂടിയാണ് ഇൻക്ലൂഡ് ചെയ്തത്. പിന്നെ ഒരു ഫോട്ടോ മാഗസീനും കൂടിയാണ് ഇൻക്ലൂഡ് ചെയ്തത്. അങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ട് നമ്മൾ രണ്ടാളും രാവിലെ തന്നെ വേഗം പോയി കൊടുത്തിട്ട് വരാന്നുള്ളതിൽ ഇറങ്ങി. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ചോക്ലേറ്റും കൂടി അതിൽ വെച്ചിട്ടുണ്ടായി. പിന്നെ ഓൾ എനിക്ക് തന്നെ ഹെൽമെറ്റിനെ പറ്റിയിട്ടാണ് ഞാൻ ബാക്കിലിരുന്ന് വാദവരാതെ കുറ്റം പറയുന്നത്. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് പിന്നെ ഓൾ അറിയാണ്ട് എങ്ങനെ ഉള്ളിൽ കയറാന്നുള്ളതായി അടുത്ത ടാസ്ക്. അങ്ങനെ ഓളെ കസിനെല്ലാം കൂടി സെറ്റ് ആക്കിയിട്ട് നമ്മൾ ഓൾ അറിയാണ്ട് നമ്മൾ ഉള്ളിൽ കയറി. നമ്മൾ പോകുമ്പോൾ മുകളിലുണ്ടായി. അങ്ങനെ ഒരു 5-10 മിനിറ്റ് നമ്മൾ താഴെ ഓളെ വെയിറ്റ് ചെയ്തിട്ട് ആരും ഒന്നും പറയാണ്ട് നമ്മൾ താഴെ തന്നെ ഇരുന്നു. എൻ്റെ വീട്ടിൽ ആയിഷ അറിയാണ്ട് കയറിയിട്ടുള്ളത്. ഓളെ കസിന് നമ്മളിപ്പം ഇന്ന് സംസാരിക്കാം വീഡിയോ. അത്രയും നേരം നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മൾ വെറുതെ കുറച്ച് വീഡിയോസിൽ എടുത്ത് ഓവറാക്കി. അപ്പോഴത്തേക്കും പിന്നെ ഓള് വന്ന് ഓള് ശരിക്കും പറയല്ല ശരിക്കും സർപ്രൈസ് ആയി. കാരണം നമ്മൾ ഇന്നലെ വന്നപ്പം പോലും ഇതിനെ പറ്റിയിട്ട് ഒരു ക്ലൂ ഒക്കെ കൊടുത്തിട്ടില്ല.
ഓക്കെയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞാൻ പറയാണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഈ ഫോട്ടോ മാഗസീൻ തന്നെ. കാരണം അതിൽ നമ്മളെ പണ്ടത്തെ കുറേ ഫോട്ടോസ് എല്ലാം മിക്സ് ചെയ്തിട്ടാണ് നമ്മളാക്കിയത്. നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതലേ ഒന്നിച്ച് പഠിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ടൈമിലുള്ള ഫോട്ടോസും ഇപ്പോഴത്തെ ഫോട്ടോസ് എല്ലാം മിക്സ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്തത്. പിന്നെ നമ്മൾ കൊടുത്ത എല്ലാ സാധനങ്ങളും എടുത്ത് നോക്കി അതിന് ശേഷം പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കണമല്ലോ. ഓളിരുത്തിയിട്ട് അങ്ങനെ 2-3 ഫോട്ടോസും എടുത്തു. പിന്നെ നമ്മൾ സെറ്റ് ചെയ്ത് ഹാമ്പറിന് കുറച്ച് ഫോട്ടോസ് എടുത്തു. അപ്പോൾ ഇതാണ് എന്താ പറയുക, എൻ്റെ ഒരു ഓർമ്മക്ക് വേണ്ടി ഡോക്യുമെന്റ് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ വീഡിയോ. ഓളെ വെഡ്ഡിങ് വീഡിയോ ഇതേപോലെ എന്താ പറയുക ഒരു ഓർമ്മക്ക് വേണ്ടി വെക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.